ഉപദേശത്തിന്റെ ഇത് നോക്കിയാണെ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. ഈ പല ഉപദേശങ്ങളിൽ മനുഷ്യൻ കുടുങ്ങിപ്പോകുന്ന കാരണം ദൈവത്തിന്റെ സുവിശേഷത്തിന് വിരോധം ആരാന്നറിയോ? എപ്പോഴും മനുഷ്യനാണ്. മനുഷ്യന്റെ തത്വജ്ഞാനമാണ്, തത്വചിന്തയാണ്. തത്വചിന്തയുമായിട്ട് ഫിലോസഫിയുമായിട്ട് ഒരാൾ രംഗപ്രവേശം ചെയ്ത്, അതാണ് തത്വചിന്ത കൊണ്ട് നിങ്ങൾ ആരും വഞ്ചിക്കപ്പെടരുതെന്ന് പൗലോസ് പറയാനുള്ള കാരണം. പ്യുവർ വചനമല്ലാതെ മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് വരുന്ന എല്ലാ പ്രസംഗങ്ങളും വ്യാജമാണ്. വചനം വ്യാഖ്യാനിക്കാതെ വരുന്ന എല്ലാം. എന്തുകൊണ്ടാണ് ഈ വചനം ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നറിയോ? ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വേറൊരിടത്തും ഇല്ല ലോകത്ത്. അതുകൊണ്ടാണ് ഈ വചനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു തേർഡ് വോയിസായി. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു തേർഡ് വോയിസ് എന്നാണ് വിളിക്കുന്നത്. നമുക്കൊരു ഈ പരിജ്ഞാനത്തിന്റെ വചനം പലപ്പോഴും നമ്മളെ മണ്ടന്മാരാക്കുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളോട്. മല്ലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു 5 വർഷമായിട്ട് ഞാനൊരു ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചർച്ചുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ ഒരു പബ്ലിക് മീറ്റിംഗ് അവിടെ വെച്ചപ്പം ചർച്ചിലില്ലാത്തവരും വചനം കേട്ടിട്ടില്ലാത്തവരും കുറേ സഹോദരങ്ങളോടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം അവിടെ ചെന്നപ്പം എൻ്റെ കയ്യിലൊരു നോട്ടീസ് കിട്ടി. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ബിലീവേഴ്സ് ജേണൽ എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടത്? കണ്ടിട്ടില്ല? നല്ല കാര്യം. അപ്പൊ അതിനകത്ത് ഒരു ചോദ്യോത്തര പങ്ക്തിയുണ്ട്. ചോദ്യം ഉത്തരം. ഞാൻ നിർത്താൻ പോകട്ടോ, അടുത്ത ആൾക്കാർ വരുമല്ലോ. ചോദ്യോത്തരം. ചോദ്യം ഇതാണ്: ഞാനൊരു മനുഷ്യൻ പ്രസംഗിക്കുന്നത് കേട്ടു, അത് ഇതാണ്, ഞാനാണ് ആള്, എന്നെ കുറിച്ചുള്ള ചോദ്യോത്തരമാണ് ഈ ബിലീവേഴ്സ് ജേണലിൽ വന്നിരിക്കുന്നത്. ഒരുത്തൻ നിന്റെ കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുക, അല്ലാതെ വേറെ വഴിയില്ല. പുതപ്പ് ചോദിച്ചാൽ ഉടുപ്പ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലാണോ എന്നാണ് ചോദ്യം. ഉത്തരം: ഇത് പ്രായോഗികമല്ല. ഇങ്ങനെ ആയാൽ മനുഷ്യര്, ലോകക്കാർ നമ്മുടെ പുറത്ത് തമ്പേറടിക്കും. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിന്റെ അടുത്ത് ചെല്ലുന്നതാണ് പരിഹാരം എന്ന് മറുപടി. സന്തോഷം. ഇത് വിതരണം ചെയ്തിരിക്കും എല്ലാവരുടെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഈ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ: ദൈവത്തിലെ വിശ്വാസം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമില്ലാതെ പരിജ്ഞാനത്തിലേക്ക് പോയാൽ, പരിജ്ഞാനത്തിന്റെ ഉപദേശത്തിലേക്ക് പോയാൽ, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ക്രിസ്തുവാണ് എന്ത് ചെയ്യുമായിരുന്നു, അത് മാത്രമാണ് പരിജ്ഞാനം. ബാക്കിയുള്ളതെല്ലാം തള്ളിക്കളഞ്ഞു. അതിനോടെല്ലാം നമ്മൾ മരിച്ചു. എനിക്ക് ആകെ പുതപ്പെടുത്താൽ, ഒരുത്തന്റെ ഉടുപ്പെടുത്താൽ എനിക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ. ഇനി ബാക്കി എന്താ വഴി? പുതപ്പ് കൊടുക്കുക. ഉടുപ്പെടുത്താൽ എന്താ ഇനി എനിക്ക് വഴിയുള്ളൂ? കാരണം അതാ ക്രിസ്തുവിന്റെ വഴി. ബാക്കി എല്ലാത്തിനോടും ഞാൻ മരിച്ചു. ഒരാൾ എന്റെ കരണത്തടിച്ചാൽ തിരിച്ചു കൊള്ളുക എന്നുള്ളതല്ലാതെ പരാതിപ്പെടാനോ ഓടാനുള്ള എല്ലാ വഴികളോടും ഞാൻ മരിക്കുന്നതിനെ ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്. അതാ ഈ മാനസാന്തരം. മരണമാണ് മാനസാന്തരം. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരുത്തനും എൻ്റെ അടുത്ത് വരില്ലെന്നും ദൈവം അനുവദിക്കുന്നത് മാത്രം എനിക്ക് സംഭവിക്കുള്ളൂ എന്നുള്ള അടിസ്ഥാന വിശ്വാസം വേണമല്ലോ. അപ്പൊ അടിസ്ഥാനം എന്ന പാല് കുടിച്ച് ഉറയ്ക്കുകയും അവിടെ നിന്നുകൊണ്ട് കർത്താവ് എൻ്റെ പിതാവായും കർത്താവായും രാജാവായും ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവനറിയാതെ ഒരു തലമുടി 4 പോലും താഴെ വീഴില്ലെന്നും ആരും എൻ്റെ പുറത്ത് പെരുമ്പറടിക്കില്ലെന്നും അറിയുകയും ചെയ്തിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ? യേശു നടന്ന വഴി, ആ ഇടുക്ക് വഴിയിലൂടെ എന്നെയും വിടണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഓക്കെ, ഒരൊറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് സഭ നിങ്ങളിത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പരിജ്ഞാനത്തിലേക്കുള്ള ഓട്ടത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം ചെയ്യുന്നതന്നെ വലിയ വിടുതലാണ്. ആരാധന തന്നെ വലിയ വിടുതലാണ്. കുഞ്ഞാടിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ വിടുതലാണ്. പ്രാർത്ഥിക്കുമ്പോൾ പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ഇടുക്ക് വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരാൻ വേണ്ടി, ജീവന്റെ വഴികൾ നമുക്ക് തുറന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം.